ഒരു രോഗവുമില്ലാതെ 80 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിരിക്കാൻ മനുഷ്യന് കഴിയും. ഇത് നമ്മുടെ യോഗികൾ തപസ്സിലൂടെ കണ്ടുപിടിച്ച് നമുക്ക് തന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത് സത്യം തന്നെയാണ്. അപ്രകാരം ജീവിക്കുന്നവരിന്നും ഭാരതത്തിൽ ധാരാളമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മോദിജിയും മറ്റും ലോകത്തിൽ ഇത്ര തിളങ്ങി നിൽക്കുന്നത്. അദ്ദേഹം ഇതിൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ആളായതുകൊണ്ടാണ്. മഹാന്മാരെല്ലാം അങ്ങനെയാണ്. വലിയ ആൾക്കാരൊക്കെ ഇത് ചെയ്യാറുണ്ട്. നമ്മുടെ ആപ്പിളിൻ്റെ കണ്ടുപിടിച്ച അദ്ദേഹത്തിൻ്റെ പേര് ഞാനങ്ങ് സ്റ്റീവ് ജോൺസണോ ഞാൻ പേര് ഓർത്തുന്നില്ല. അദ്ദേഹം ഇത് സ്ഥിരം ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇത്ര ഉയർന്ന ഒരു കമ്പനി അക്കാലത്ത് രൂപം കൊടുത്ത് ഇന്നും വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി, ഒരു കമ്പനി കണ്ടുപിടിച്ചത്. ആപ്പിൾ IT കമ്പനി, IT നിർമ്മാണ കമ്പനി. അതെന്താണെന്ന് പറയാം. അതിനു മുൻപായിട്ട് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടും നമ്മുടെ നാരായണ ഗുരുസ്വാമിയും അയ്യങ്കാളിയും നമ്മുടെ ചട്ടമ്പി സ്വാമികളും വേറെ അനേക സ്വാമിമാരും അവസാന കാലം ചില രോഗങ്ങൾ വരുന്നു. അതെന്തുകൊണ്ട്? അതെന്താണെന്ന് നമ്മൾ അറിയണം. അതായത് അവര് ജീവിച്ചത് ദൈവത്തെ പോലെയാണ്. അതായത് അവർ ജനത്തിനു വേണ്ടിയാണ് ജീവിച്ചത്. അവരെ ആശ്രയിക്കുന്നവരുടെ രോഗം പോലും ഏറ്റെടുത്ത് സ്വയം അനുഭവിക്കാൻ ശേഷിയുള്ളവരാണ് ഇവരൊക്കെ. അതുകൊണ്ടാണ് അവർ ആ രോഗം അവസാനം വന്ന് കുറച്ച് ബുദ്ധിമുട്ട് വന്നത്. അവർ തന്നെ അവരുടെ കാര്യത്തിന് വേണ്ടി ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു രോഗവും അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും വരികയില്ലായിരുന്നു. അവരൊക്കെ ലാസ്റ്റ് കുറച്ചു കാലം അല്പം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കത് അറിയാം എന്തുകൊണ്ടാണെന്ന്. അങ്ങനെ നമ്മൾക്ക് സാധാരണ മനുഷ്യരായി നമ്മൾക്കും രോഗമില്ലാതെ ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരാളെ നമ്മുടെ മോദിജി, അദ്ദേഹം രോഗം വരാറില്ലല്ലോ. 1 മണിക്കൂർ പോലും അവധിയെടുക്കാറില്ലല്ലോ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ. 1 പൈസ പോലും ഖജനാവിൽ നിന്ന് അദ്ദേഹം സ്വീകരിക്കാറില്ലല്ലോ. അദ്ദേഹത്തിന് നിയമം നൽകുന്ന ശമ്പളം മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ രഹസ്യം. 1 പ്രാണായാമവും 1 മെഡിറ്റേഷനും മാത്രം ശീലിച്ചാൽ മതി. അതനുഷ്ഠിച്ചാൽ മതി. അനേക പ്രാണായാമം ടൈപ്പുകളും അനേക മെഡിറ്റേഷൻ ടൈപ്പുകളും യോഗികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ 112 വളരെ സാധാരണ മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലെ നമ്മൾ 2 ഒരെണ്ണം ചെയ്താലും മതി. ഈ 1 മെഡിറ്റേഷനോ അല്ലെങ്കിൽ 1 പ്രാണായാമോ ശരിക്ക് ശീലിച്ചാൽ പോലും ഒരസുഖവും ബാധിക്കുകയില്ല. അത് ഉറപ്പാണ്. 1 ആനാപാന മെഡിറ്റേഷൻ സിമ്പിളാണ്. 3 വയസ്സുള്ള കുട്ടിക്ക് മുതൽ ഒരു 90 വയസ്സ് വരെയുള്ള പ്രായം എത്തുന്നിടം വരെ അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ആനാപാന മെഡിറ്റേഷൻ. മറ്റൊന്ന് ഒരു പ്രാണായാമമാണ്. അതാണ് അനുലോമ വിലോമ പ്രാണായാമം. ഈ അനുലോമ വിലോമ പ്രാണായാമത്തെക്കുറിച്ച് ഞാൻ അല്പം മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇത് 2ൽ 1 ശീലിച്ചാലും മതി. ഇത് 2 ഉണ്ടെങ്കിൽ ഭയങ്കര ഗുണമാണ്. അമൃത് കഴിക്കുന്നത് തുല്യമാണ്. അതായത് ആനാപാന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഐറ്റമാണ്. നമ്മൾ നട്ടൽ നിവർന്ന് എവിടെങ്കിലും ഇരിക്കുക. എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. നട്ടൽ നിവർന്നിരിക്കണം. കാരണം കഴുത്ത് നിവർന്നിരിക്കണം. മുന്നോട്ടോ പുറകോട്ടോ സൈഡിലോട്ടോ വളഞ്ഞു പോകല്ലേ. നേരെ ഇരിക്കണം. ഇരുന്ന് കണ്ണടച്ചു പിടിക്കണം. കണ്ണടച്ചുകൊണ്ട് നമ്മുടെ ശ്വാസം, കൃത്രിമൊന്നും വേണ്ട, നമ്മുടെ ശ്വാസം നമ്മളുടെ മൂക്കിൽ നിന്നും പോകുന്നുണ്ട്. ആ ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. തിരിച്ചെടുക്കുന്നതും കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ നിയന്ത്രിക്കാൻ പോകണ്ട. അതുപോലെ വിടുന്നത് നമ്മളെ ശ്രദ്ധ കൊണ്ടുകൊണ്ടുവന്നാൽ മതി. ശ്രദ്ധിക്കാൻ മാത്രം മതി.
ഇങ്ങോട്ട് എടുക്കുന്നതും ശ്രദ്ധിക്കുക, അങ്ങോട്ട് വിടുന്നതും ശ്രദ്ധിക്കുക. ഇതല്ലാതെ ഒന്നും ശ്രദ്ധിക്കണ്ട. എന്തെങ്കിലുമൊക്കെ ശബ്ദം ചെറുതായിട്ട് കേട്ടാൽ നമ്മളത് മൈൻഡ് ചെയ്യണ്ട. അത് ക്രമേണ അത് ആ ശബ്ദം കേൾക്കാതെ വരും കുറേ കാലം കഴിയുമ്പോൾ. കുറേ കാലമൊന്നും വേണ്ട, 1 കൊല്ലമൊക്കെ 6 മാസമൊക്കെ കഴിയുമ്പോൾ അങ്ങനെ വരും. കേട്ടാലും കുഴപ്പമില്ല. അങ്ങനെ അവനവൻ്റെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആനാപാന മെഡിറ്റേഷൻ മാത്രം മതി. ഒരു അതീന്ദ്രിയ ബോധം വരെ വളർന്നു വരും. 1 കൊല്ലം ശരിക്കും ചെയ്താൽ മതി. അത് ഏറ്റവും നല്ല സമയം വെളുപ്പിനെ രാവിലെ 3-നും 5:30-ക്കും മധ്യയാണ്. അതിപ്പുറം ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും ചെയ്യണം. 15 മിനിറ്റെങ്കിലും ചെയ്യണം. അത് ഉറപ്പായിട്ടും ചെയ്യണം. നഷ്ടം നിവർന്നതിന് 15 മിനിറ്റ് കുറയാതെ. അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഇതിൻ്റെ ആ ഗുണം മനസ്സിലാക്കി കഴിയുമ്പോൾ ചിലർ 1 മണിക്കൂർ ഇരിക്കുന്നുണ്ട്. അസുഖങ്ങൾ ബാധിക്കുകയില്ല നമ്മളെ. അതാണ് അതിൻ്റെ രീതി. ഈ അസുഖം ശരീരത്തെ ബാധിച്ചാലും തനിയെ പോകാറുണ്ട്. മറ്റത് ഈ ആനാപാന മെഡിറ്റേഷൻ 1. രണ്ടാമത് അനുലോമ വിലോമ പ്രാണായാമം. അത് ഒരു മൂക്കിൽ കൂടെ എടുത്ത് ഉള്ളിൽ അല്പം നിർത്തി മറ്റേ മൂക്കിൽ കൂടെ വിടുക. വിട്ട കഴിഞ്ഞാൽ മറ്റേ മൂക്കിലൂടെ എടുത്തിട്ട് അകത്തല്പം നിർത്തി ആദ്യത്തെ സൈഡിലൂടെ വിടുക. അതായത് ഇടത്തു നിന്നെടുത്ത് ഇടത്തെ മൂക്കൊഴി വലത്തെ മൂക്കൊഴി ഒരു വെല്ലുകൊണ്ട് അടച്ചു പിടിച്ച് ഇടത്തെ മൂക്കിലൂടെ എടുത്ത് ഉള്ളിൽ അല്പം നിർത്തി വലത്തെ മൂക്കിലൂടെ സാവകാശം വിടുക. അതെ, ഇപ്പോൾ വലത്തെ മൂക്കിൽ കൊണ്ട് എടുത്ത് സാവകാശം എടുത്ത് ഉള്ളിൽ അല്പം നിർത്തി ഇടത്തെ മൂക്കൊഴി വിടുക. അപ്പം മൂക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടച്ചു കൊടുക്കണം വിരലുകൊണ്ട്, ഒരു വിരലുകൊണ്ട്. അങ്ങനെ അതാണ് ആനാപാന മെഡിറ്റേഷൻ്റെ സിമ്പിൾ ഫോം. അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇടതുവഴി ഒരു 5 സെക്കൻഡ് കൊണ്ട് എടുക്കുക. കൃത്യം എണ്ണമൊന്നും വേണമെന്നില്ല, ഏകദേശം എണ്ണിയാൽ മതി. 1, 2, 3, 4 ഈ സ്പീഡിലെത്തിയാൽ ഏകദേശം 5 സെക്കൻഡ് വരും. അപ്പം മനസ്സിലെണ്ണിയാൽ മതി. ഇടതുവശം എടുത്ത് അകത്തൊരു 2 സെക്കൻഡ് നിർത്തുക. വലത്തൂടെ 10 സെക്കൻഡ് കൊണ്ട് വിടുക. ഇടത്തെ മൂക്കൊഴി 5 സെക്കൻഡിലൂടെ എടുത്ത് 2 സെക്കൻഡ് ഉള്ളിൽ നിർത്തി ഇടത്തെ മൂക്കൊഴി വിടുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊണ്ടിരിക്കണം. ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ 3-4 ദിവസം അങ്ങനെ ചെയ്താലും മതി. പിന്നെ അതിൻ്റെ ടൈം കൂട്ടണം. 5-7 സെക്കൻഡ് കൊണ്ട് എടുക്കണം. അകത്ത് 3 സെക്കൻഡോ 4 സെക്കൻഡോ നിർത്താം. അത് കൃത്യ കണക്കൊന്നുമില്ല, അല്പം നിർത്തണം. എടുക്കുന്നതിന് അത്രയെങ്കിലും അത് നിർത്തിയാൽ നല്ലതാണ്. വലത്തോടെ എടുക്കുന്നതിൻ്റെ സ്പീഡിൻ്റെ ഇരട്ടി കൊണ്ട് വേണം വിടാൻ മറ്റേ മൂക്ക് വഴി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കൃത്യമായിരിക്കണമെന്നില്ല. അത് ഏകദേശം ഒന്ന് ആ സ്പീഡിൽ കൈകാര്യം ചെയ്താൽ മതി. ഇതിൽ മാത്രമായിരിക്കണം ശ്രദ്ധ, മറ്റൊന്നും ശ്രദ്ധിക്കരുത്. അതിനുള്ള സമയമാണ് പ്രഭാതത്തിൽ 3-നും 5:30-ക്കും മധ്യേ. വീട്ടിലാരും ഉണരുകയും ആ സമയത്തേക്ക് എഴുന്നേറ്റൊന്നും വരില്ല. മറ്റ് ശബ്ദങ്ങളൊന്നും അങ്ങനെ കേൾക്കാറില്ല. അപ്പോൾ എളുപ്പമാണത്. ആ സമയത്തിനും വലിയ ഗുണമുണ്ട്. അത് വേറൊരു ഗുണം കൂടിയാണ്. അത് ചേർന്ന് കഴിഞ്ഞാൽ ഒരു രോഗവും ബാധിക്കുകയില്ല. ഇത് തുടർച്ചയായി ജീവിതത്തിൽ ചെയ്യാവുന്നതാണ്. 15 മിനിറ്റ് അല്ലേ ഉള്ളൂ. എന്തുമെല്ലാം സമയം നമ്മൾ കളയുന്നു വെറുതെ. 15 മിനിറ്റ് അതിനുവേണ്ടി എടുക്കണം രാവിലെ. ഇത് മാത്രമായാലും മതി. രണ്ടാമത്തെ ഇതാണ് ഈ മെഡിറ്റേഷൻ രാവിലെ എടുക്കുമോ അത് തിരിച്ചോ പറഞ്ഞൊന്നും ആയാൽ കുഴപ്പമില്ല. രണ്ടും കൂടെ അങ്ങ് ചെയ്തോളൂ. അധികം സമയം വേണ്ടല്ലോ, കുറച്ച് സമയം പോരെ. ഈ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൊത്തം 15-30 മിനിറ്റ് അല്ലേ ഉള്ളൂ. കാലത്തും വൈകിട്ടുമായിട്ട് എടുത്താൽ മതി. ഒന്ന് കാലത്ത് മറ്റത് വൈകിട്ടോ അങ്ങനെയൊക്കെ എടുക്കാം. ഇത് പല രീതിയിൽ എടുക്കാം. ഇത് ആദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഗുണം വന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾ തന്നെ ആ സമയം കൂട്ടും. എല്ലാ മനുഷ്യരും ചെയ്യുന്നത് അങ്ങനെയാണ്.
അങ്ങനെ ചെയ്താൽ ഒരു രോഗവും വരാതിരിക്കും. ഇന്ന് അതിനുള്ള നമ്മളുടെ വ്യക്തമായ നമ്മളുടെ മാതൃകയാണ് നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം വന്നിട്ടുള്ളൂ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ? 75 വയസ്സ് കഴിഞ്ഞു. അസുഖം എല്ലാം പ്രായമല്ലേ, ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. എപ്പോഴും രംഗത്തുണ്ട് ഏത് കാര്യത്തെക്കുറിച്ച്. ദിവസവും അദ്ദേഹത്തിൻ്റെ ഒരു എന്തെങ്കിലും ഐഡിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, പുറത്ത് വിട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം ലോകത്തിൽ ഇത്രയും തിളങ്ങി നിൽക്കുന്നത് കാരണം എന്തെങ്കിലുമുണ്ടെന്ന് നമ്മൾ ആലോചിക്കാറില്ലേ? ഇതാണ് സംഗതി. അല്ലാതെ അതിന് മന്ത്രങ്ങളൊന്നുമില്ല, മാസ്മര ശക്തിയൊന്നുമല്ല. ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ പ്രാണായാമം, ഈ മിനിമം യോഗ ചെയ്യാം. യോഗയോടെ ചെയ്യുമ്പോൾ വീണ്ടും ഗുണം വർദ്ധിക്കും. അതും ഇതുപോലെ സിമ്പിൾ ആർക്കും ചെയ്യാവുന്നതുണ്ട്. ബാങ്ക് മാനേജർമാരിൽ 50% ബാങ്കിൻ്റെ ഉയർന്ന ബാങ്കുകളുടെയൊക്കെ മാനേജർമാർ 50% ഇതൊക്കെ സ്ഥിരം ചെയ്യുന്നവരാ. എങ്കിലേ അവരത്രയും മികച്ചു നിൽക്കാൻ പറ്റും. മികച്ചു നിന്നില്ലെങ്കിൽ കോടികൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അവർ തെറ്റ് വരച്ചാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ്. അവരോട് സംസാരിച്ചാൽ അത് മനസ്സിലാവും. ആവശ്യമില്ല സംസാരിക്കുകയില്ല, അവർക്ക് ആവശ്യമില്ല സംസാരിക്കും. അപ്പോൾ ആ വാക്കുകളിൽ തന്നെ നമുക്കറിയാം. വലിയ കമ്പനികളുടെ ഉടമകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ വലിയ കമ്പനികളുടെ ചുമ്മാ അവരങ്ങ് വളരുന്നതല്ല. ഇതുപോലെ ചില കാര്യങ്ങൾ കൊണ്ടുണ്ട്. നമ്മുടെ യോഗികൾ നമ്മൾക്ക് വേണ്ടി തന്നതാണ്. ഇത് വിദേശീയർ ധാരാളം പേര് ഇത് പഠിച്ചു പോയിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോഴും പഠിച്ചു പോകുന്നു. ആപ്പിളിൻ്റെ ഉടമസ്ഥർ ഒത്തിരി ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ പഠിക്കാനായിട്ട്. നമ്മുടെ വടക്ക് ഈ ഹിമാലയ സാനുക്കളിലൊക്കെ കറങ്ങി നടക്കുകയായിരുന്നു പുള്ളി. ഇത്ര ഉന്നതനായ ഒരു വ്യക്തി അത് ചെയ്തില്ല. എല്ലാവരും ഉണ്ട്, ധാരാളം പേരുണ്ട്. ആരും ഇത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്കിത് ചെയ്യാവുന്നതാണ്. അസുഖങ്ങളിൽ നിന്ന് വിട്ടിരിക്കാം. മരുന്ന് കഴിച്ചുള്ള സൈഡ് എഫക്റ്റും ഒക്കെ ഉണ്ടാവാതിരിക്കും. ഇതെല്ലാവർക്കും ഇത് ചെയ്യാം. സ്ത്രീയും പുരുഷനും ഒരുപോലെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണിത്. ഓക്കെ.